ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ഒന്നും നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല ഈ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നല്ല രസമുള്ളൊരു കാലാവസ്ഥ. അപ്പോൾ രാവിലെ ഇതാ മുറ്റടിക്കാൻ പറ്റിയിട്ടില്ല, മഴയായതുകൊണ്ട് അടിച്ചു വാരി അവിടെയൊക്കെ തുടച്ചു നല്ലൊരു കോലെല്ലാം ഇട്ടു. കുറേ ആയി ഇങ്ങനത്തെ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ മൈ ലൈഫ് തന്നെ ആവാമെന്ന്. തീ കത്തിച്ചു, കുളിക്കാനൊക്കെ വെള്ളം വെച്ചു. കുളിച്ച് വന്നതിന് ശേഷം എന്താ ചമ്മന്തിയും ദോശയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളി തക്കാളി എല്ലാം ഇട്ടിട്ടുള്ള തക്കാളി ചമ്മന്തിയില്ലേ, അത് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നല്ല തക്കാളി ചമ്മന്തിയാണ്. മാവ് നോക്കിയപ്പോൾ എനിക്ക് ലേശം കുറവ് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ടോ. അതിൽ തലേദിവസം അരച്ച് വെച്ച മാവായിരുന്നു. അപ്പോൾ അതിലത്തെ മാവ് കുറഞ്ഞു പോയി. 2 ദിവസം മുന്നേ അരച്ച് വെച്ച മാവായതുകൊണ്ട് അത് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ലേശം മൈദപ്പൊടിയും ചേർത്തു. ഇതുപോലെ നിങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്? മാവെല്ലാം ദോശയ്ക്ക് കുറച്ച് കുറഞ്ഞു പോയാൽ ഗോതമ്പ് പൊടി കലക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടി കലക്കി ദോശ ചുടുക, ഇങ്ങനെയൊക്കെ എളുപ്പപ്പണിയൊക്കെ ചെയ്യില്ലേ? എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കുട്ട്. അപ്പോൾ നമ്മുടെ തട്ടിക്കുട്ട് ദോശ ആണ് ഇന്നത്തെ പരിപാടി. അതിലേക്ക് ആ തക്കാളി ചമ്മന്തി നല്ലോണം, ചെറിയുള്ളി ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല സ്വാദ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സബോള എടുത്തു. അതിലേക്ക് സബോള എടുത്ത് നല്ലോണം നേർങ്ങനരിഞ്ഞ് അത് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് അത് നല്ലോണം ഇട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും നല്ലോണം വാടി വരുമ്പോൾ അത് തക്കാളി ഇടുക. തക്കാളി നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ മുളക് പൊടി ഇട്ട് നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ചിലവരിത് ചോറിനും എടുക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തുണി അലക്കാനിട്ടു. എൻ്റെ പണികൾ ഇങ്ങനെയാണ്. ഞാൻ ഒരു പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെയും ഓരോ പണികൾക്കൊക്കെ നിൽക്കും. അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ച് എടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പണിയെല്ലാം തീരുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ അത് നമ്മുടെ ദോശ, അടിപൊളി ദോശ ഇങ്ങനെ റെഡിയാകുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി ചേർക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. ഓൾറെഡി മാവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും ഞങ്ങൾ രണ്ടാളും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗോവയ്ക്ക നല്ല മെഴുക്ക് പുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യണേന്ന്, ഇതിൽ ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഗോവയ്ക്കന്നെ ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉപ്പൊക്കെ തിരുമ്പി അവിടെ വയ്ക്കുക. എന്നിട്ട് വറവാക്കുന്ന അങ്ങനെ തോരനാക്കുക. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ ചോറാകുന്നുണ്ട്. ഇന്ന് വെള്ളരിക്കും ഉണക്കച്ചെമ്മീനാണ് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണക്കച്ചെമ്മീൻ്റെ കറികളെ കൊണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറികൾ ഇതാവാമെന്ന് വിചാരിച്ചു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ തന്നെ മെഴുക്ക് പുരട്ടിയിൽ ഉണക്കച്ചെമ്മീനും വെള്ളരിക്കും മാങ്ങയും സൂപ്പർ കറിയാണ് കേട്ടോ. മത്സ്യം ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണക്കച്ചെമ്മീൻ്റെ കറികൾ വയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ വെച്ച് നോക്കുക. വയ്ക്കാൻ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക. പിന്നെ വയ്ക്കാൻ അറിയാത്തവർ ഇങ്ങനെ വെച്ച് നോക്കുക. വയ്ക്കാൻ അറിയുന്നവർ കാണുക എങ്ങനെയാണോ നിങ്ങളൊക്കെ വയ്ക്കുകയെന്ന് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീനെ ഇങ്ങനെ കഴുകിയിട്ടാണ് ഇത് വറക്കണത് കേട്ടോ. കഴുകി നല്ലോണം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വറുക്കുകയാണ്. വറുത്തിട്ട് അതിൻ്റെ തലയെല്ലാം നുള്ളിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് തിരഞ്ഞ് അമ്മീൻ്റെ നമ്മുടെ കുഞ്ഞിക്കതില് അതിട്ടിട്ടൊന്ന് തിരഞ്ഞി കഴിഞ്ഞാൽ മുറം വെച്ച് കാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പരിപ്പ് മാത്രം വരും, അതിൻ്റെ വാടെല്ലാം പോവും. അപ്പോൾ അത് ആ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പിയിട്ടുള്ള ഗോവയ്ക്ക നീളത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് വട്ടനരിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ഒരു വെറൈറ്റി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിനെ ഈ ഇരുമ്പിക്കുള്ളിൽ തന്നെ വെച്ചാലാണ് ഇത് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, എണ്ണയിലിട്ടിട്ട് അതിങ്ങനെ വാടി ഇത് കുറേ സമയം എടുക്കും. ഞാൻ സിമ്മിലിട്ടിട്ട് എങ്ങനെ ചെയ്യുന്നത് കുറേ ടൈം എടുക്കും ഇത് വാടി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് പാചകം ചെയ്യുമ്പോഴും നമ്മളതൊരു ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അതായത് എന്തും നല്ല ആസ്വദിച്ച് ചെയ്യണം. എനിക്ക് അടുക്കളപ്പണി അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അടുക്കളപ്പണിയൊക്കെ അങ്ങനെയാണ്. ഓരോ കറികൾ വെക്കുമ്പോൾ ഞാനത് നല്ല ആസ്വദിച്ചിട്ടാണ് ഞാൻ ചെയ്യുക. നല്ല സന്തോഷത്തോട് കൂടി ആസ്വദിച്ച് എനിക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കാം.
അടുക്കളയിൽ ചിലവർക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ എങ്കിലും നമ്മൾ ഇത് നല്ല ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അത് കഴിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മളുടെ മനസ്സ് പോലെയാണ് ആ കറിയും വരിക അന്നത്തെ ദിവസം. നമ്മളെപ്പോഴും ഏത് പണിയും ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്താലാണ് അതിനൊരു പൂർണ്ണത വരുള്ളൂ അല്ലേ. അതുപോലെ പാചകം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ മഞ്ഞളും നാളികേരം കൂടി ഇട്ടിട്ടാണ് നമ്മുടെ കറിക്ക് അരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് മുളക് പൊടി കറിയിലേക്ക് കലക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ മുളക് പൊടി ഇടണ വീഡിയോ എടുത്തത് പോയി. അപ്പോൾ അതിന് മുളക് പൊടി ഇടണം മറക്കരുത് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് ആണ് കറിയിലിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചു. വെള്ളരിക്ക വെന്ത് വരുമ്പോഴാണ് ഞാൻ മാങ്ങയുടെ കഷ്ണം ഇടുന്നത്. നല്ല പച്ച മാങ്ങ ഇട്ടുക. പച്ചമാങ്ങയും വെള്ളരിക്കും ഉണക്കച്ചെമ്മീനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നാളികേരം മഞ്ഞപ്പൊടിയും പോയിട്ട് അരച്ചതിലേക്ക് ഒരു നുള്ള് കുറച്ച് ചെമ്മീന് അതിനും കൂടിയിട്ട് ഒന്ന് അരയ്ക്കുമ്പോൾ ഒന്നൊരു തിരിവിരിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഗോവയ്ക്ക മെഴുക്ക് പെരട്ടിയുടെ മെയിൻ താഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിച്ച മുളകിൻ്റെ പൊടിയാണ്. ഇടിച്ച മുളകിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഇതിന് നല്ലോണം വഴറ്റിയെടുക്കും. അതിന് ശേഷം നമ്മൾ ഈ ഉണക്കച്ചെമ്മീനെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഇടിച്ച മുളക് പൊടിയും മുളകും പിന്നെ മുളക് പൊടിയും രണ്ടും കൂടിയിട്ട് കുറച്ച് ഇടുക. ഭയങ്കര ടേസ്റ്റാണ് കൂട്ടരെ. ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ കറി കലക്കാൻ വെച്ചു. കറിയിൽ ഇനി പുളിയൊന്നും ഒഴിക്കേണ്ട, മാങ്ങയുടെ പുളിപ്പ് മതി. പിന്നെ കുറച്ച് ആ ചെമ്മീൻ പരിപ്പുണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒരു കടി കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച്, പിന്നെ അതിൽ ലേശം മുളക് പൊടി ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ ഈ മിക്സിയിൽ ഞാൻ ഈ ഉണക്ക ചെമ്മീനൊന്ന് പൊടിച്ചിട്ട് അതിൽ ഒരു കുറച്ച് ഈ ഉണക്ക ചെമ്മീനിൻ്റെ പൊടി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വെക്കുന്ന ഈ മെഴുക്ക് പുരട്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ചിലവർ കഞ്ഞിക്ക് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ കഞ്ഞിക്ക് കുടിക്കാം, അല്ലെങ്കിൽ ഇത് കൂട്ടി മാത്രം ചോറിനാനും നല്ല സൂപ്പറായിരിക്കും. ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ വിചാരിച്ചു, ഈ മിക്സിയുടെ ജാറിലെല്ലാം ഉണക്കച്ചെമ്മീൻ പറ്റിയിരിക്കുന്നുണ്ട്, അതിൽ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തി ആക്കാമെന്ന്. ഉണക്കച്ചെമ്മീനും മാങ്ങയും നാളികേരം പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അതെല്ലാം ഇട്ടിട്ട് ഒരു ചമ്മന്തി. പുളിയുടെ ആവശ്യമില്ലല്ലോ, മാങ്ങേൻ്റെ പുളിപ്പുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള അടിപൊളി ചമ്മന്തിയാണ്. അതും കഞ്ഞിക്ക് കഴിക്കാൻ സൂപ്പറായിരിക്കും. അതിൽ 2 കറിവേപ്പിലയും ഇട്ടു. നമ്മുടെ മെഴുക്ക് പുരട്ടിയിലും 2 കറിവേപ്പില. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. എല്ലാം റെഡിയായി. ഇതാണ് നമ്മൾ കറിയിലേക്ക് കടുകാണ് വറുത്ത് വെക്കുന്നത് കേട്ടോ. കടുകും കറിവേപ്പിലെല്ലാം വറുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ കറി കഴിക്കാൻ സൂപ്പർ കറിയായി. അപ്പോൾ ഇതുപോലെ വെക്കാൻ അറിയാത്ത കൂട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്കണേ. മത്സ്യം ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചോറായി. നമ്മുടെ മെഴുക്ക് പുരട്ടി നല്ല അടിപൊളി മെഴുക്ക് പുരട്ടിയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തി കൂടെ പപ്പടവും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലിടുക. ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്, ഇതുപോലെ വെക്കാറുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ വെക്കാറുണ്ട് എന്നും കമൻറ്റ് ഇടണം, മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉച്ചൂണിലേക്ക് എല്ലാവർക്കും വന്നിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയും ചോറൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ വന്നേ എല്ലാവരും കൂടിയിട്ട് കഴിക്കാലോ. നമുക്ക് അടിപൊളി ടേസ്റ്റ്. ഏട്ടൻ തന്നെ നല്ല മറുപടി പറഞ്ഞു, കുറേ ആയി ഉണക്കച്ചെമ്മീനൊക്കെ കറി കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല അടിപൊളി ചോറും കൂട്ടി ഏട്ടൻ കഴിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണം കേട്ടോ. കഷ്ടപ്പെട്ടെടുക്കുന്നതല്ലേ. അപ്പോൾ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുതേ. ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന
കമൻറ്റാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. അപ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ അടിപൊളിയല്ലേ ഇന്നത്തെ വീഡിയോ? അടിപൊളി. താങ്ക് യു. ചോറുണ്ടോ? അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റില്ലേ?